നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഈ വർഷത്തെ 2022 WWDC വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ WWDCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലീക്സ്, അതോടൊപ്പം തന്നെ എനിക്കറിയാം പലരും iOS 16 പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ റെഡിയായിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ WWDC വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ഈ ഒരു ഇവൻറ്റ് ഇന്നാണ് ജൂൺ 6-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാത്രി 10:30 ഇന്ത്യൻ ടൈം രാത്രി 10:30 ഈ ഒരു ഇവൻറ്റ്. ഇത് ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. ആപ്പിളിൻ്റെ ഈ ഒരു ചാനലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ഇവൻറ്റ് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി റിമൈൻഡേഴ്സ് ഓൺ ആക്കി വെക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യം ആ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് അലേർട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യയിൽ രാത്രി 10:30 എന്ന് പറയുന്നത് അമേരിക്കയിൽ കാലിഫോർണിയൻ ടൈം രാവിലെ 10 AM ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടൈം ഗ്യാപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫിലൊക്കെ ഉള്ളവർ ഈ ഒരു ഇവൻറ്റ് കാണണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യൻ സമയം വെച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ആ ഒരു ടൈം സോൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ടൈം സോൺ വെച്ചിട്ട് നിങ്ങൾക്കും ആ ഇവൻറ്റ് ലൈവായിട്ട് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. നിങ്ങളുടെ ഡിവൈസിൽ പുതിയ iOS 16 അല്ലെങ്കിൽ iPadOS 16 watchOS ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റിലീസ് എന്ന് പറയുന്നത് ആക്ച്വൽ റിലീസ് അല്ല. ആപ്പിൾ ഒഫീഷ്യലി സ്റ്റേബിൾ വേർഷൻ റിലീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെല്ലാം iOS ആയാലും iPadOS ആയാലും watchOS ആണെങ്കിലും ഇതിനെല്ലാം സ്റ്റേബിൾ റിലീസ് വരാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ നമുക്കറിയാം പുതിയ ഐഫോൺ, പുതിയ വാച്ച് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന ആ ഒരു ലോഞ്ചിൻ്റെ കൂടത്തിൽ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു സ്റ്റേബിൾ റിലീസ് iOS 16-ൻ്റെയും iPadOS-ൻ്റെയും watchOS 9-ൻ്റെയും ഒക്കെ സ്റ്റേബിൾ റിലീസ് നമ്മൾ അപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് ലഭിക്കുന്ന ഡെവലപ്പേഴ്സിന് ലഭിക്കുന്ന ഈ ഒരു iOS 16 iPadOS എന്നൊക്കെ പറയുന്നത് ബെയ്റ്റ വേർഷൻസാണ്, ബെയ്റ്റയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡിവൈസിൽ ബെയ്റ്റ റൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രൈമറി ഡിവൈസിൽ, അതായത് ചുരുക്കം ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ഐഫോണേ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങളുടെ പ്രൈമറി ഡിവൈസിൽ ഒരിക്കലും ഈ പറഞ്ഞ ബെയ്റ്റ വേർഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന OS എന്ന് പറയുന്നത് ബെയ്റ്റയാണ്. നിങ്ങൾ ഓർത്ത് വെക്കണം, ബെയ്റ്റ എന്ന് പറയുന്നത് സ്റ്റേബിൾ റിലീസ് അല്ല, അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ടെസ്റ്റിംഗ് വേർഷനാണ്. ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടെസ്റ്റിംഗ് വേർഷനാണ് ബെയ്റ്റ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വേർഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ ഡിവൈസിൽ തീർച്ചയായിട്ടും ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും അല്ലെങ്കിൽ നേരിടും. അതിലൊന്നാമതാണ് നിങ്ങളുടെ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുക. രണ്ടാമത്തെ കാര്യം ബാറ്ററി കണ്ടമാനം ഡ്രെയിൻ ചെയ്തു പോവുക. പിന്നീട് ഇതിനുള്ള കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വർക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡിവൈസ് തന്നെ അടിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പ്രൈമറി ഡിവൈസിൽ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പ്രൈമറി ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡറി ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കിവിടെ iPhone XS ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് iPhone 7 ഉണ്ട്, ഇതിലേതെങ്കിലും ഒരു ഡിവൈസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുപോലെ സെക്കൻഡറി ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടെസ്റ്റിംഗ് വേർഷൻ ബെയ്റ്റ വേർഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ പ്രൈമറി ഡിവൈസിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിൽ ഇനി സെക്കൻഡറി ഡിവൈസ് ഉള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സെക്കൻഡറി ഡിവൈസിൻ്റെ സകല ബാക്കപ്പും, നിങ്ങളുടെ ഫുൾ ഡാറ്റ ബാക്കപ്പ് നിങ്ങൾ എടുക്കുക. ആദ്യം iTunes വെച്ചോ അല്ലെങ്കിൽ 3V Tools എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചോ നിങ്ങളുടെ ഡിവൈസിലുള്ള സകല ഫോട്ടോ, വീഡിയോ, സകല കാര്യങ്ങളും നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നിങ്ങൾ iTunes-ൽ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ 3V Tools ഉപയോഗിച്ചോ നിങ്ങൾ റീസ്റ്റോർ ചെയ്യുക. റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നില്ലാത്തവർക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന സെറ്റിംഗ്സ്, ജനറൽസ്, അതിൽ പോയിട്ട് റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇറേസ് ഓൾ കണ്ടൻസ് ആൻഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സകല ഡേറ്റയും നിങ്ങൾ ഇറേസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് സകല ഡേറ്റാസും നിങ്ങൾ റിമൂവ് ചെയ്യും അല്ലെങ്കിൽ ഇറേസ് ചെയ്യും. ഇറേസ് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു പുതിയ ഐഫോൺ പോലെ തന്നെ റീസ്റ്റോർ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫോൺ ലഭിക്കും. അങ്ങനെ ചെയ്യുന്ന ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്ത് iOS 16-ൻ്റെ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഡിവൈസിൽ യൂസ് ചെയ്യാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന ഡേറ്റ അതിൻ്റെ കൂട്ടത്തിൽ ഈ iOS 15 അതിൻ്റെ കൂട്ടത്തിൽ ഈ 16 വന്നു കഴിയുമ്പം ഇത് മൊത്തം മിക്സ് ആയിട്ട് ഒരു അവിയൽ പരുവത്തിലായിരിക്കും നിങ്ങളുടെ ഫോൺ പിന്നെ പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ ടെസ്റ്റിംഗ് ഡിവൈസിനും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു റിസ്ക് എടുക്കാതിരിക്കാനും നിങ്ങളുടെ ഫോണിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈമറി ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മളുടെ WWDCയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി ഈ ഇവൻറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഒരു ഇവൻ്റാണ് WWDC. നമ്മളിൽ പലരെക്കാളും പ്രായം കൂടുതലുള്ള ഒരു ഇവൻറ്റുമാണ് WWDC. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്, പുതിയ OS റിലീസുകളാണ് കാണുന്നത്. അതായത് iOS 16, iPadOS 16, macOS
13 അതിൻ്റെ പേര് പേറ്റൻറ്റ് ചെയ്തേക്കുന്നത് macOS മാമത്ത് എന്നാണ്. പിന്നെയുള്ളത് watchOS 9, അതോടൊപ്പം തന്നെ tvOS 15. ഇത്രയും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ ബ്ലൂംബർഗിലെ മാർക്ക് ഗ്രൂമൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ലീക്ക് അനുസരിച്ച് ഈ ഒരു ഇമെയിലിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് മാത്രമല്ല 2 അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹാർഡ്വെയറുകളും നമ്മൾ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഡിവൈസുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന് മാക്ബുക്ക് എയർ, 2 മാക് പ്രോ. പക്ഷേ ഇതിൽ രണ്ടിലും വരുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് M2 ആണോ അല്ലെങ്കിൽ M1ൻ്റെ തന്നെ മറ്റൊരു എക്സ്ട്രീം അല്ലെങ്കിൽ മറ്റൊരു വേർഷൻ ആണോ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. ഇനി iOS 16 പറ്റി പറയുവാണെങ്കിൽ മാക് ഗ്രൂമൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലീക്ക് അനുസരിച്ച് നമുക്ക് പുതിയൊരു റീഡിസൈൻഡ് ആയിട്ടുള്ള ലോക്ക് സ്ക്രീൻ iOS 16 വരാൻ പോകുന്നു. നിലവിലുള്ള ലോക്ക് സ്ക്രീൻ നമുക്കറിയാം അല്ലെങ്കിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ലോക്ക് സ്ക്രീനാണ് നമുക്കുള്ളത്. ഒരു ടൈം കാണിക്കും, ഡേറ്റ് കാണിക്കും, പിന്നീട് കാണിക്കുന്ന ഈ 2 ടോഗിളാണ്. അതിൽ ടോർച്ച് ഒന്ന്, പിന്നെ ക്യാമറ. ഇതിനകത്ത് ഒരു വ്യത്യാസങ്ങളും കാലങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നമുക്ക് ഫുള്ളി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്ക് സ്ക്രീൻ, എസ്പെഷ്യലി നമുക്ക് ഈ താഴെ കാണുന്ന ടോഗിൾസ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് സ്ഥിരമായിട്ടുള്ളതാണ് ഈ ടോർച്ച്, ക്യാമറ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വിജിറ്റുകൾ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നമുക്ക് വിജിറ്റ് കേപ്പബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു വിജിറ്റ് നമുക്ക് ഫുള്ളി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല, പാർഷ്യലി എങ്കിലും ഇൻട്രാക്റ്റബിൾ ആയിട്ടുള്ള വിജിറ്റുകൾ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് പറയാനുള്ളത് നമ്മുടെ iPadOSൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കറണ്ട് സെറ്റപ്പ് അനുസരിച്ച് നമുക്കറിയാം, നമുക്കൊരു ആപ്പിനെ, ഒരു സെക്കൻഡറി ആപ്പിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മൾട്ടി ടാസ്കിങ് വിൻഡോ നമുക്ക് എനേബിൾ ചെയ്യാം. അത് ഇങ്ങനെ നമുക്ക് റീഅഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീസൈസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതല്ലാതെ ഒരു മൂന്നാമത് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഈ 2-3 ഓപ്ഷൻസ് ആണ് നമുക്ക് നിലവിൽ iOS 15 ഇത് കൂടാതെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സ്ക്രീനിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റീഡിസൈൻഡ് മൾട്ടി ടാസ്കിങ് ഓപ്ഷനാണ് ആപ്പിൾ iPadOS 16 കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ കൊണ്ടുവരുന്ന മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് ആപ്പുകളുടെ ഈ ഒരു ആപ്പ് വിൻഡോ നമുക്ക് റീസൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ അതിലൊരു ക്യാച്ച് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ M1 റൺ ചെയ്യുന്ന അല്ലെങ്കിൽ M1 പവർ ചെയ്യുന്ന iPad പ്രോയിലും 5th ജനറേഷൻ iPad എയറിലും മാത്രമേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ലഭിക്കത്തുള്ളൂ. എസ്പെഷ്യലി ആ ഒരു ഡിവൈസുകൾ ബ്ലൂടൂത്ത് കീബോർഡുകളോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ ഫോളിയോ കീബോർഡുകൾ കേസുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ആപ്പ് വിൻഡോ നമുക്ക് റീസൈസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി watchOSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം നമുക്കറിയാം, watchOSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ഉള്ള കുറച്ച് വാച്ച് ഫേസുകളാണ് നമ്മൾ watchOS 9 എക്സ്പെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിലവിൽ നമ്മളുടെ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനിൽ പോയി ബാറ്ററിയുടെ ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്കുള്ളത് പവർ റിസർവ് മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണുള്ളത്. ഈ ഒരു പവർ റിസർവ് മോഡിൽ നമുക്കറിയാം നമുക്ക് ആകെ കാണിക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണിക്കത്തില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് watchOS 9 വരുമ്പോൾ ഒരു ആക്ച്വൽ ലോ പവർ മോഡ് തന്നെ ആപ്പിൾ watchOS 9 ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ watchOSൻ്റെയും iPadOSൻ്റെയും iOS 16 കാര്യങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.